CMRL പൊതുജനങ്ങളെ വഞ്ചിച്ചുവെന്ന ED ഹൈക്കോടതിയിൽ. ECIR ആഭ്യന്തര രേഖയാണെന്നും റദ്ദാക്കാനാകില്ലെന്നും ED വ്യക്തമാക്കി. പകർപ്പ് ഹർജിക്കാർക്ക് നൽകാനാകില്ലെന്നും CMRL ജീവനക്കാരുടെ ഹർജി അപക്വമാണെന്നും ED ഹൈക്കോടതിയെ അറിയിച്ചു. CMRL ജീവനക്കാരുടെ ഹർജിയിൽ തിങ്കളാഴ്ച വാദം തുടരും. രേഷ്മ ബാബു ചേർന്നുണ്ട്. രേഷ്മ, എന്തൊക്കെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇപ്പോൾ ED ഹൈക്കോടതി അറിയിച്ചിട്ടുള്ളത്? വിഷ്ണു, ED ചോദ്യം ചെയ്ത് ബുദ്ധിമുട്ടിക്കുന്നുവെന്ന് ആരോപിച്ചുകൊണ്ട് CMRL ജീവനക്കാർ നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഇന്ന് വാദം കേട്ടത്. EDയുടെ അഭിഭാഷകൻ ഹൈക്കോടതി അറിയിച്ചിട്ടുള്ളത് CMRL പൊതുജനങ്ങളെ വഞ്ചിച്ചു. അതുകൊണ്ട് തന്നെ ECIR ആഭ്യന്തര രേഖയായതുകൊണ്ട് ECIR റദ്ദാക്കാനാകില്ല. അത്തരമൊരു ആവശ്യം ഈ ജീവനക്കാർ ഉന്നയിച്ചിരിക്കുന്നത് അത് അപക്വമാണ്. പകർപ്പ്, അതായത് ECIRന്റെ പകർപ്പടക്കം വേണമെന്നുള്ള ആവശ്യവും ഹർജിക്കാർ ഉന്നയിച്ചിരുന്നു. ആഭ്യന്തര രേഖയും അതോടൊപ്പം തന്നെ രഹസ്യ സ്വഭാവമുള്ളതും കൊണ്ട് ഈ പകർപ്പ് ഹർജിക്കാർക്ക് നൽകാനാകില്ല എന്നുള്ള ഒരു നിലപാടാണ് EDയുടെ അഭിഭാഷകൻ ഇന്ന് ഹൈക്കോടതിയിൽ സ്വീകരിച്ചത്. മാത്രവുമല്ല, ഈ CMRL ജീവനക്കാർ നിലവിൽ ഈ നൽകിയിട്ടുള്ള ഹർജി അത് അപക്വമാണ്. നേരത്തെ തന്നെ CMRL കമ്പനിക്കെതിരെ നിരവധി തവണ പരാതികൾ ലഭിച്ചിരുന്നു. ഈ പരാതിയുടെ വിശദാംശങ്ങൾ പക്ഷേ രഹസ്യ സ്വഭാവമുള്ളതുകൊണ്ട് അത് പുറത്തുവിടാനാകില്ല. പരാതിക്കാർ ആരൊക്കെയാണെന്നതിന്റെ വിശദാംശങ്ങളും നൽകാനാകില്ലെന്നും ED വ്യക്തമാക്കിയിട്ടുണ്ട്. കൂടാതെ CMRL കമ്പനിയിലെ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച് സംശയം നിലനിൽക്കുന്നുണ്ട്. വിശദമായിട്ടുള്ള അന്വേഷണം ഈ ഘട്ടത്തിൽ അനിവാര്യമാണെന്നാണ് എൻഫോഴ്സ്മെന്റ് കോടതിയെ അറിയിച്ചിട്ടുള്ളത്. ചെലവ് കണക്കുകൾ പലതും CMRL പെരുപ്പിച്ച് കാട്ടിയിട്ടുണ്ട്. എക്സലോജിക്ക് പണം നൽകിയതുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ CMRL ജീവനക്കാരെ ചോദ്യം ചെയ്ത സമയത്തും അതോടൊപ്പം തന്നെ വിവിധ ഏജൻസികൾ അന്വേഷിച്ച സമയത്തും ചില കാര്യങ്ങൾ ബോധ്യപ്പെട്ടിരുന്നു. ഈ എക്സലോജിക്കിന് നൽകിയ പണം, അതിന്റെ സ്രോതസ് എവിടെ നിന്നാണ് തുടങ്ങിയ കാര്യങ്ങളിലും വിശദമായിട്ടുള്ള വിവരങ്ങൾ ലഭിക്കേണ്ടതുണ്ട്. അതിന്റെ വിശദമായിട്ടുള്ള അന്വേഷണം വേണമെന്നും ഹൈക്കോടതിയിൽ ഇന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറിയിക്കുകയും ചെയ്തു. എന്തായാലും CMRL ജീവനക്കാരുടെ ഹർജിയിൽ തിങ്കളാഴ്ച വീണ്ടും പരിഗണിക്കാനായിട്ട് ഹൈക്കോടതി മാറ്റിയിരിക്കുകയാണ്. EDയുടെയും അതോടൊപ്പം തന്നെ പരാതിക്കാരുടെ, അതായത് ഹർജിക്കാരുടെയും വാദം ഹൈക്കോടതി തിങ്കളാഴ്ച കേൾക്കും. പ്രധാനമായിട്ടും CMRL ജീവനക്കാർ ഉന്നയിച്ചിരിക്കുന്നത് ED ചോദ്യം ചെയ്യലിന്റെ പേരിൽ ബുദ്ധിമുട്ടിക്കുന്നു, അതുകൊണ്ട് തന്നെ കോടതി ഇക്കാര്യത്തിൽ ഇടപെടണമെന്നുള്ളതായിരുന്നു. കഴിഞ്ഞ തവണ ഈ ഹർജിയിന്മേൽ ഹൈക്കോടതി ഒരു ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു. അതായത് CMRL ജീവനക്കാരെ ചോദ്യം ചെയ്തതിന്റെ CCTV ദൃശ്യങ്ങൾ അത് സൂക്ഷിച്ച് വെക്കണമെന്നുള്ളതായിരുന്നു ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ്. എന്നാലും നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് നടപടികൾ സ്വീകരിച്ചുവെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറിയിച്ച ഒരു സാഹചര്യമുണ്ട്. എന്തായാലും CMRL കമ്പനിയിലെ കണക്കുകൾ അടക്കം അതിൽ സുതാര്യത ഇല്ല എന്നുള്ളൊരു നിലപാടാണ് ED ഹൈക്കോടതി അറിയിച്ചിട്ടുള്ളത്. ആ കണക്കുകളൊക്കെ തന്നെ പെരുപ്പിച്ച് കാട്ടിയതാണ്, വ്യാജ ചെലവുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് സംബന്ധിച്ചും അന്വേഷണം അനിവാര്യമാണ്. മാത്രമല്ല, ഈ വീണ വിജയന്റെ എക്സലോജിക് കമ്പനിക്ക് 1.72 കോടി രൂപ നൽകിയിട്ടുണ്ട്. ആ പണം എവിടെ നിന്നാണ് ലഭിച്ചത്, ഇതടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത വരുത്തണമെങ്കിൽ വിശദമായിട്ടുള്ള അന്വേഷണം വേണമെന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നിലവിൽ ഹൈക്കോടതിയെ അറിയിച്ചിട്ടുള്ളത്. വിഷ്ണു.